ഫ്രണ്ട്സ്, അപ്പം ഞാനിവിടെ അടുപ്പിൽ കുക്കർ വെച്ചിട്ടുണ്ട്. ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഏകദേശം ഒരു 1.5 കിലോ പോലും കാണും. അത് ഇതിട്ട് കൊടുക്കാം. അതിനുശേഷം അതിക്ക് വേണ്ട മഞ്ഞൾപ്പൊടി സുമാർ ഒരു 1.5 ടീസ്പൂൺ പോലെ ഇട്ടിരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ 2 ടീസ്പൂൺ മുളക് പൊടി ഇടുന്നുണ്ട്. പിന്നെ മല്ലിപ്പൊടി ഏകദേശം ഒരു 3 ടീസ്പൂൺ ഉണ്ട്. ചിക്കനാണെങ്കിൽ 2 ടീസ്പൂൺ ഇട്ടാൽ മതി, പക്ഷേ ബീഫ് ആയതുകൊണ്ട് 3 ടീസ്പൂൺ ഉണ്ട്. പിന്നെ ഫ്രണ്ട്സ്, ഇവിടെ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി അരച്ചതുണ്ട് കേട്ടോ, അരച്ച കൂട്ട്. അതിക്ക് അല്പം ഒലിവിട്ട് എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, 1 സ്പൂണ് വലിയ ജീരകം ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഒന്നുകൂടെ അടിക്കണം അത്. അതുപോലെ അല്പം ചെറുള്ളി. ഒരു പാകത്തിന് ഒരു ആവറേജ് എടുത്താൽ മതി, അതായത് പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല. അതിലൊരു 8-9 എടുത്തിട്ടുണ്ട്. ഇത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പം ഇതുകൂടി നമ്മൾ ഇട്ട് കൊടുക്കുക, ഇറച്ചച്ച കൂട്ട്. കുറച്ച് വെള്ളം പറഞ്ഞാൽ ഫുള്ള് കിട്ടിക്കോട്ടോ. അതേപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പ് ഉണ്ട് കേട്ടോ. ആവറേജ് കിട്ടാൻ മതി. എന്നിട്ട് ഞാനിത് നന്നാക്കി മിക്സ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിലോട്ട് എത്തിക്കാം. ഇതിക്ക് ഒരൊറ്റ ഗ്ലാസ് വെള്ളം കൂടി പാത്രത്തിലുണ്ടോ, ഞാൻ വീഡിയോയിൽ കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഒന്ന് റെസ്റ്റിന് വെക്കട്ടോ. പക്ഷെ എനിക്കിപ്പോൾ സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുക്ക് ചെയ്യാണ്. അടുപ്പിൽ വെച്ചു. അതിനുശേഷം ഗ്യാസ് ഓണാക്കി അടച്ചൊക്കെയുണ്ട്. പിന്നെ നമ്മൾ വിസിലിടാം. അപ്പോൾ ഫ്രണ്ട്സ്, വിസിലിവിടെ ഒന്ന് അടിച്ചു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു 10 വിസിലാണ് അടിച്ചോട്ടെ. അതായത് അപ്പോൾ ആവിയൊക്കെ കഴിഞ്ഞോണ്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഇനി തുറന്നു നോക്കാം. അപ്പോൾ സംഭവം റെഡി കൊണ്ടോ, എല്ലുമെന്നൊക്കെ വേറിട്ട് ഉണ്ടോ, ഉസാറായി. അപ്പം ഇനി എന്ത് ചെയ്യണം, ഒരു ചെറിയ ചട്ടി വെച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം എണ്ണയിലിട്ടിട്ട്. അപ്പോൾ അതിൽ വെള്ളം പറ്റിയ ശേഷം നമ്മൾക്ക് വെളിച്ചെണ്ണ വരുന്നുണ്ട്. ഇവിടെ ഏകദേശം എണ്ണ ചൂടായിട്ട് കേട്ടോ. അപ്പോഴേക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഉണ്ടാക്കി വെച്ച ബീഫ് അതിക്കാൻ വെച്ചിട്ട് അല്പം കളർ രസിക്കുന്നു. അപ്പോൾ ഇവിടെ തീ ഓഫ് ആക്കുന്നുണ്ട് കേട്ടോ. സംഭവം റെഡി ആയിട്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം, പ്ലേറ്റിക്ക് മാറ്റണം.
ഇളക്കിയിട്ട് ബീഫ് ഫ്രൈ ഇവിടെ റെഡിയാണ്. സംഭവം വിളമ്പിയിട്ടുണ്ട്. നമ്മൾ എന്താ അലങ്കരിക്കാൻ വേണ്ടി ചെയ്യുക, 2 ഉള്ളിയൊക്കെ മേലെ ഇട്ടെടുക്കട്ടോ. അതുപോലെ ബീഫ് ഫ്രൈ റെഡി കേട്ടോ. സൂപ്പർ ബീഫ് ഫ്രൈ ആണ്. കാണാൻ കാഴ്ചക്ക് നല്ല മൊഞ്ചുണ്ട്, അത്യാവശ്യം നല്ല വേവ് ആയിട്ടുണ്ട്. അപ്പൊ ഇത് ടേസ്റ്റ് ചെയ്യാൻ ഞാൻ അതിൽ എടുക്കുന്നുണ്ട്. അതെയാ ഞാൻ ഒന്ന് പറഞ്ഞേ, ഫുള്ള് വേവാണ്, നല്ല ക്ലിയർ. അതിൽ കറക്റ്റ് സത്യം പറഞ്ഞു കേട്ടോ. കോമ്പിനേഷനിൽ മറക്കെ എന്താ പാടുന്നത്? നമ്മൾ രാത്രി ഇത് ഉണ്ടാക്കിയാണ് കേട്ടോ. അപ്പൊ ഏതായാലും പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് സംഭവം. ഏതായാലും ഉഷാറായിക്കണം. അപ്പൊ എല്ലാവരും ഇതുവരെ ഒന്ന് ട്രൈ ചെയ്യാം. അപ്പൊ നമുക്ക് നല്ലൊരു വീഡിയോ ആയി വീണ്ടും